പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂരാണ്. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ 3ാമത്തെ എപ്പിസോഡാണത്. ലാസ്റ്റ് 2 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടോളൂ. ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ള സിറ്റികൾ വെച്ചിട്ട് ഭയങ്കര കുറച്ചുകൂടി ക്ലീനാണ്. പിന്നെ എന്താണ്, ഇവിടെ ഡോമൊക്കെ നല്ല സൂപ്പർബാണ്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഡോർമെട്രിയൊക്കെ. മുംബൈയിലേക്ക് ഡോമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓടും സത്യം പറഞ്ഞാൽ. ഇവിടെയുള്ള ഫാമിലിയാണ് ഇതിൻ്റെയൊക്കെ ഹോസ്റ്റുകളെല്ലാം. ഇവരുടെ തന്നെ ഓൺ ബിൽഡിംഗ് ആണ് എല്ലാം. ഞാനിന്നലെ ഇവിടുത്തെ കുറച്ച് ലോക്കൽസൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ നല്ല നല്ല ട്രീറ്റിംഗ് ആണ് ഇവിടുത്തെ ആൾക്കാരുടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഉദയ്പൂർ, ഇപ്പോൾ ഇത്രയും ഞാൻ ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉദയ്പൂരാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ജയ്പൂരിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ജയ്പൂരിലെ വിശേഷങ്ങൾ കാണാം. അതിൻ്റെ കൂടെ തന്നെ ബാക്കിലോട്ടൊന്ന് നോക്കി. നമ്മുടെ നാട്ടിൽ ഇത്രയും കൊന്നപ്പോൾ കണ്ടിട്ടുണ്ടോ വിഷുവിനൊക്കെ? എന്തുമാത്രം നല്ല മരത്തിൽ ഇനി സ്ഥലമില്ല ഉണ്ടാവാനായിട്ട് പോകും, അതുപോലെ പൂവുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജയ്പൂരിലെ വിശേഷങ്ങൾ കാണാം. ഞാനേ ഇങ്ങനെ വഴി കൂടെ പോയപ്പോൾ ഞാനൊരു ഫ്രൂട്ട് കണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്താന്ന്. ये क्या है भैया? ये क्या है? खरबूजा है, देसी खरबूजा। खरबूजा 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 जी, खाने के लिए खाने का फ्रूट 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 हाँ, राजस्थान का ये खरबूजा എന്നാണ് ഇതിനെ പറയണേ. खरबूजा ये देखो. ഓ, 2 ടൈപ്പ് കളറുണ്ട്. കൊള്ളാട്ടോ, നൈസ്. ഞാൻ ഫസ്റ്റ് ടൈം കണ്ട കാണണേ. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ये खाली सीजन में ही आता है, सीजन 12 महीना नहीं आता है. नहीं है, ये सीजन में ही आता है, इसी सीजन में आता है. इन दिस सीजन गर्मी में ओनली. ओके, ये तो 12 महीने चलता है. वो पता है. ये खाली महीने इसी में आता है. दिस वन फर्स्ट टाइम आई एम सीइंग. ओके ओके, കർബൂജ എന്നാണ് അതിൻ്റെ പേര്. അത് ഈ ചൂടുകാലത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ ഡോമിലോട്ട് പോകുന്ന വഴിയാണെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കാമായിരുന്നു. ഞാനിപ്പോൾ എന്തായാലും ഇറങ്ങി, കുഴപ്പമില്ല. രാജസ്ഥാൻ ഫുള്ളുണ്ടാവും. നമുക്ക് ജയ്പൂരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം, പറ്റുവാണെങ്കിൽ. ഓക്കെ, നമുക്ക് അവിടെ കയറി ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ പോവാം. അവിടെ മാംഗോ ജ്യൂസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഫ്രൂട്ട്സാണ് കൂടുതൽ കഴിക്കൽ. നമുക്ക് ഇവിടുത്തെ ഭക്ഷണം അങ്ങനെ അത്ര പറ്റൂല. ഓക്കെ, അവിടെ ലൈവായിട്ട് റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവരോടൊക്കെ ചോദിക്കാം. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഈ ഐറ്റം. ഇതാണ് കുമൻ ഡോക്ല എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇത് ഇവര് ഗ്രാമമായിട്ട് കൊടുക്കുള്ളൂ, ഒരു പീസായിട്ട് കൊടുക്കില്ല. ഞാനൊരു പീസ് ചോദിച്ച് ഗ്രാമമായിട്ട് കൊടുക്കുന്നത്. എനിക്ക് റവ വെച്ച് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. ഇത് പോഹ, പപ്പട്ട് മസാല. അത് ഈ പപ്പടിൻ്റെ കൂടെ നമുക്ക് ഈ മസാല തരുന്നത്. നമ്മൾ കച്ചോരിയാണ് പറഞ്ഞേക്കുന്നത് വിത്ത് ചട്നി. ഗായ്സ്, ഇതാണ് ദൈ കച്ചോടി ചട്നി. അതായത് നമ്മുടെ കച്ചോടിയിൽ തൈര് ഒഴിച്ചേക്കണത്. നമ്മുടെ ഇതുണ്ടാക്കൂലേ, ഇത് സമൂസ ചാട്ടൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലത്തെ ഒരു മെയ്ഡ്. ഇത് പുള്ളി നമുക്ക് സ്പെഷ്യലായിട്ട് തന്നാണ്ട് അതിൻ്റെ കൂടെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, ഐറ്റം എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. നമ്മുടെ സമൂസ ചാട്ടൊക്കെ കഴിക്കൂലേ, ആ ഏകദേശം ഒരു സെറ്റപ്പ് പോലെ തന്നെ. നമുക്ക് ഈ എല്ലാം ഒന്ന് കഴിച്ചു നോക്കാം. ഭയങ്കര സോഫ്റ്റാണ്, പഞ്ഞി പോലെ ഇരിക്കുന്നു. നമുക്ക് ഇനി ഞെക്കാം. ഇത് പുതിനയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അത്. ലൈറ്റായിട്ടൊരു മധുരം. ഫുഡ് ബ്ലോഗിങ് ഒന്നും അല്ലട്ടോ, ഞാൻ കഴിക്കണ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് വരുമ്പോൾ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. സാധനം കൊള്ളാം. അയ്യോ, ഫോൺ 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 എനിക്ക് മനസ്സിലായില്ല. ഇതിന് സൂപ്പർ ഫോണാണ്ട അതൊക്കെ കേൾക്കാറില്ല.
ഫ്ലാറ്റ് സെക്ഷനാണെന്ന് തോന്നുന്നത്. ചെറിയൊരു കയറ്റം പോലെ, അതാണ് ഈ ലോറികളൊക്കെ പയ്യെ പോണത്. അതിൻ്റെ ചെറിയൊരു ബ്ലോക്കാണ്. നമ്മുടെ മൂന്നാമത്തെ തരംഗം. ഞാനിങ്ങനെ ഹൈവേ കൂടെ പോയപ്പോൾ, അതേ നമ്മുടെ ബൈക്കിൽ ഇരിക്കുന്ന ഹൈവേ കൂടെ പോയപ്പോൾ, ഹൈവേ ആ കണ്ട തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി കണ്ട്. ഞാനിങ്ങനെ വെള്ളം പോകാനായിട്ടെ എന്തോ ഒരു ഗുഹ പോലെ ഞാൻ കണ്ട്. വെള്ളത്തിൻ്റെ തോന്നുന്നു. കണ്ടത് അവിടെ വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആകാംക്ഷ പോലെ തോന്നി. ഇതാണ് ഞാൻ ആ ഹൈവേന്ന് അവിടെ നിന്ന് കണ്ട ആ ഗുഹ ഹോള്. കൂടി ഹോളാണ്. നോക്കട്ടെ, ഇറങ്ങി നോക്കട്ടെ. സ്ഥലം എങ്ങനെയുണ്ട് ഗായ്സ്? ഇഷ്ടപ്പെട്ടോ? എന്തോ പനിയാണത്. യെസ് അത് തന്നെ ഐറ്റം കണ്ടോ. കണ്ടോ ഹോള് കണ്ടോ. ഞാൻ അവിടെ നിന്ന് ഹൈവേന്ന് കണ്ടത് ഇതാണ്. ഇത് വെള്ളം സ്റ്റോറേജ് ചെയ്യണ സ്ഥലമാണെന്ന് തോന്നുന്നു. മഴക്കാലം വരാൻ നേരത്തെ കണ്ട ഒരു ബ്രിഡ്ജാണത്. അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകാനുള്ളൊരു ഓപ്ഷൻ അടിയും കൊടുത്തിട്ടുണ്ട്. കല്ല് സെറ്റ് ചെയ്ത് വെച്ചാൽ കണ്ട ഇറങ്ങാല്ലേ നൈസായിട്ട്. ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റുമോ? ഇറങ്ങി നോക്കാം. കണ്ട വെള്ളം പോകാനും വരാനായിട്ടുള്ള ഓപ്ഷൻ. കല്ല് സെറ്റ് ചെയ്തേക്കണണ്ട. പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് സെറ്റ് ചെയ്തേക്കണുണ്ടത്. കണ്ട ചികിളുകൾ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്താണ് വെള്ളത്തിൽ. എനിക്ക് തോന്നുന്നു ഈ പാലം വന്നതിന് മുമ്പ് ഇതായിരുന്നു വന്നതെന്ന് തോന്നണം കേട്ടോ. അതിന് വേണ്ടി സെറ്റ് ചെയ്താന്ന് തോന്നുന്നു. മേളിൽ കൂടെ ആൾക്കാർക്ക് പോകാൻ അങ്ങോട്ട് പാസ് ചെയ്യാം. ഇത് പൊളിഞ്ഞു പോയി. എൻ്റെ മേൽവശം ഇതാണിപ്പോൾ ഉള്ളത്. ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇവരിവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യുള്ളൂ. കണ്ടപ്പാനായി കാണാം. കണ്ട അതിൻ്റെ അകത്തൊരു ഫ്രൂട്ട് പോലെ, ഒരു കായ പോലെ എന്തോ ഉണ്ടായിട്ടുണ്ട്. കംപ്ലീറ്റ് പനിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ നടന്ന് അപ്പുറത്തോട് കയറാട്ടോ. കാണിച്ചു തരാം. ചെളിയാണോ പൂണ്ട് വല്ലതും പോവോ? ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ. കൊള്ളാം കണ്ടോ. ഇവരിങ്ങനെ കല്ലുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ചീളുകൾ ചെറിയ ചീളുകൾ വെച്ച് ഉണ്ടാക്കിയേക്കണം. നല്ല തണുപ്പ് ഇതിൻ്റെ അടിയിൽ വന്നപ്പോൾ. ഓക്കെ കണ്ടോ. നമ്മൾ ഇപ്പുറത്തെ പാട്ടത്തി കേട്ടോ, ഇപ്പുറത്തെ ഭാഗത്ത് അവിടെ പശുവാണോ വാളയാണോ എന്തോ നിൽപ്പുണ്ട്. അവിടെയും എന്തോ വെള്ളം പോകാനുള്ളൊരു സെറ്റപ്പ് പോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതേ ഇരിക്കണം നമ്മുടെ ബൈക്ക്. നമുക്ക് അവിടെ പയ്യെ കയറാം. ഇവിടെ ഇങ്ങനെ ആരുമില്ല. ഇവിടെയൊക്കെ അധികം നിൽക്കൽ സേഫല്ല. ഇവിടുത്തെ ലോക്കൽസൊക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് പോവാം. ഓക്കെ. കണ്ടപ്പോൾ ചെറിയൊരു അട്രാക്ഷൻ പോലെ. അവിടെ ഒരു പുള്ളിക്കാരി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. പശുവിനെ നയിക്കാൻ വേണ്ടി വന്നേക്കുന്ന ആളാന്ന് തോന്നുന്നു. നമ്മുടെ ഈ കോലോ ഈ രൂപമൊക്കെ കണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് പേടിയാവും. അത് വേറെ കാര്യം. നമുക്ക് പോവാം.
നമ്മൾ അവിടെ നിന്ന് വന്നതാണ്. കാഴ്ചകൾ കാണും, നമ്മൾ വണ്ടി തിരിക്കും, അങ്ങനെ ഓപ്പോസിറ്റ് ജസ്റ്റ് കയറിയിരിക്കുന്നതാണ്. ഇവിടെ വിഷയമൊന്നുമില്ല, ഇവിടുത്തെ നേരിട്ട് പോലീസിലൊന്നും കണ്ടില്ല. ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നിന്നൊരു ലേഡി, ആ ചേച്ചി ഇപ്പോൾ വെള്ളം എടുത്തോണ്ട് പോയി. ഇത് ഒരു കിണറാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇറങ്ങിയതാണ് വെള്ളം കോരി ഒരു വീട്ടിലെടുക്കണം. ഇങ്ങനെ കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ഞാൻ അപ്പുറത്തോട്ട് വരാം. കണ്ട വെള്ളം കണ്ട? അയ്യോ, നല്ല അടിപൊളി ക്ലിയർ വെള്ളം കേട്ടോ. നല്ല സൂപ്പർ വെള്ളം. എനിക്ക് കാണാൻ പറ്റും, അടി എനിക്ക് കാണാം. അതിൻ്റെ അകത്തൊരു മീനും ഉണ്ട്, ഒരു വലിയൊരു മീനുണ്ട്. ഇത് അതെന്താണ് പോണത്? ഉടുമ്പ് കൈ ഉടുമ്പാണ്, ഉറുമ്പ് തീനെയാണെന്ന് നമ്മൾ വലിയ കാണുന്നുണ്ടോ? അയ്യോ, താഴത്തോട് ഇറങ്ങി പോവാ. ക്യാപ്പിക്കടത്തെ ഫോണിലേക്ക് കയറി. ഇവിടെ ഈ സാധനമൊക്കെ നോർമലായിരിക്കും. ഒരു പ്രാവും പറഞ്ഞു പോകും. കാരണം എല്ലാ മൃഗങ്ങൾക്കും മേ ബി ചിലപ്പോൾ ഇവിടെ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. കണ്ടോ, അത്യാവശ്യം ആഴമുണ്ട്, പക്ഷെ നല്ല ക്ലിയർ വെള്ളം. നമുക്ക് അടിവശം കാണാം. അതിൻ്റെ അകത്തൊരു മീനും ഉണ്ട് കേട്ടോ. ഓസ് കുറേ ഇട്ടുണ്ട്, എല്ലാ സ്ഥലത്തോട്ടുമുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ടോ, ഇത് കിണർ. ഇങ്ങനെയാണ് ഇവിടുത്തെ കിണറിൻ്റെ സെറ്റപ്പ്. ഇങ്ങനെ ആ കയറ് വെച്ച് ഇങ്ങനെ അടിയിൽ നിന്ന് വെള്ളം കോരി എടുത്ത് ഇവർ ഓരോ വീട്ടിലോട്ട് പോകും. ഞാനിങ്ങനെ ഇങ്ങനെ വഴി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. നമുക്കൊക്കെ പൈപ്പ് കണക്ഷൻ ഉള്ളതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ തുറന്നാൽ മതിയല്ലോ. ആ വെള്ളം അപ്പം തന്നെ അല്ലേ. ഇവിടെയൊക്കെ കഷ്ടപ്പാടെന്ന് ആലോചിച്ച്. വീട്ടിൽ നിന്നൊക്കെ അത്യാവശ്യം ദൂരം ഉണ്ടാവും. അവിടെ നിന്ന് വന്ന് ഇവിടുന്ന് വെള്ളം കോരി അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പം അത്രയും കഷ്ടപ്പാടുള്ളത് കൊണ്ട് അവർ വെള്ളം ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചായിരിക്കും. നമ്മളെപ്പോലെയൊക്കെ അല്ല. നമ്മൾ കുറച്ചുകൂടെ ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് കേട്ടോ, വെജിറ്റബിൾസ് അല്ല, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ ഒരു കരിമ്പൊക്കെ ഉണ്ട്, അപ്പോൾ കരിമ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണൽ. ഞാൻ എത്ര നേരം ഒരു തണൽ കഴിക്കൊണ്ടിരിക്കുകയാണ് എവിടെയും കുറച്ച് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കണ്ടുകൊള്ളാം. നമ്മളങ്ങനെ ജ്യൂസ് കുടിച്ചു, ഇറങ്ങാൻ നിന്നു. അപ്പോഴേക്കും അത്യാവശ്യം ക്രൗഡായിട്ടാണ്. നമുക്ക് എത്രയും വേഗം വിടാം, ചൂട് അത്യാവശ്യം കൂടുന്നുണ്ട്. നമ്മൾ അലാസ്കേനെ കുളിപ്പിക്കാൻ പോവുകയാണ്. അലാസ്കേനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. അലാസ്കേനെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കട്ടെ. നമ്മളിപ്പോൾ വഴിയിൽ കണ്ടാണ്. അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് നിർത്തുമല്ലോ, മനസ്സിലേ. അപ്പോൾ നമ്മൾ ഈ ലഗേജൊക്കെ ഒന്ന് ഊരി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് 50 രൂപയുടെ വാഷ് ചെയ്യണം. ഓക്കെ, വാഷ് ചെയ്യട്ടെ. ഇവിടെ അലാസ്കേനെ വാഷ് ചെയ്യുന്നുണ്ട്, അടിയിലാണ് കൊള്ളാം. ഫുൾ വാഷിന് 50 രൂപ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 50 രൂപക്ക് വണ്ടി വാഷ് ചെയ്ത് തരും ബൈക്കൊക്കെ. നമ്മളവിടെ 250 റുപ്പീസാണ് മേടിക്കുന്നത്. കണ്ടോ, വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ പെണ്ണിൻ്റെ സൗന്ദര്യം പുറത്തേക്ക് വന്ന് നോക്കി. വെള്ളം കണ്ടിട്ട് ആഴ്ചകളെ എണീച്ചൊക്കെ അല്ല പെണ്ണ്. അങ്ങനെ അലാസ്ക റെഡി ടു റൈഡ്. നമ്മുടെ കുറച്ച് ലെറ്റേഴ്സൊക്കെ പോകട്ടോ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അടിക്കാം, പോയേക്കാം. ഓക്കെ ഭയ്യ, താങ്ക് യു.